കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ടൂറിസ്റ്റ് ബസ് ടാക്സി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് പറഞ്ഞു. മുൻ സർക്കാർ വർദ്ധിപ്പിച്ച 33% ടാക്സ് കുറയ്ക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇന്ധന വില വർധനവിനും വിലക്കയറ്റത്തിനും പുറമെ യുദ്ധക്കെടുതിയും കാരണം കഴിഞ്ഞ 4 മാസമായി വാഹനങ്ങൾക്ക് ഓട്ടം ഇല്ലാതായിട്ടുണ്ട്. മുൻ സർക്കാർ വർദ്ധിപ്പിച്ച 33% ടാക്സ് കുറയ്ക്കണം. കഴിഞ്ഞ ബജറ്റിലും ഈ മേഖലയെ അവഗണിച്ചത് നിരാശാജനകമാണ്. ജൂൺ 19 കഴിഞ്ഞ ബജറ്റിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മേഖലകൾ ഉൾപ്പെടുത്തി ഉപജീവന മാർഗത്തിന് വേണ്ടി സർവീസ് നടത്തുന്ന ഞങ്ങളെപ്പോലെ ഡ്രൈവറും മുതലാളിയും തൊഴിലാളിയൊക്കെ ആയി സർവീസ് നടത്തുന്ന കോൺട്രാക്ട് ഗാരേജ് ടൂറിസ്റ്റ് ടാക്സി മേഖലയെ ഉൾപ്പെടുത്തിയില്ല. ഈ കഴിഞ്ഞ 4 മാസമായിട്ട് യുദ്ധക്കെടുതി കാരണം ബസ്സുകൾ, ടാക്സി ഒരു വണ്ടികളും ഓടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഓട്ടമുള്ള മാസമാണ് ഏപ്രിൽ, മെയ്. ഈ മാസത്തിൽ പോലും ഒരു വണ്ടികളും ഓടിയിട്ടില്ല. അപ്പോൾ ഈ ഏപ്രിൽ, മെയ്, ജൂണത്തെ ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കി തന്നെ ഇപ്പോ ബജറ്റിൽ പ്രഖ്യാപിച്ച APT പെർമിറ്റിനും സ്റ്റേജ് ഗാരേജ് പെർമിറ്റിനൊക്കെ ടാക്സ് 50% ഇളവ് കൊടുത്തു. ആ സമയത്ത് കോൺട്രാക്ട് ഗാരേജ് ടൂറിസ്റ്റ് ടാക്സി മേഖലയെ അവഗണിക്കുന്ന രീതിയിലാണ് ഈ ബജറ്റ് ഉണ്ടായത്. ടാക്സ് ഇളവുകളും ഇന്ധന സബ്സിഡിയും ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പുനരുജ്ജീവന പാക്കേജ് സർക്കാർ പ്രഖ്യാപിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ബർസാത്ത് സക്കീർ, അറഫ കുഞ്ഞുമോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.